8ന്റെ പണിയല്ല 18ന്റെ പണി തന്നെ കിട്ടിയെന്ന് വേണം പറയാൻ. അതും ദേ എൻ്റെ ഈ ഫോണാണ് കേട്ടോ പണിയുന്നത്. അത് കണ്ട ഉടനെ എൻ്റെ കിളി പോയി കേട്ടാ. എന്താ ചെയ്യണ്ടേന്ന് ഒരു ഐഡിയ ഇല്ല. അത്യാവശ്യം നല്ല ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. കണ്ണടിച്ചു പോകുന്ന വെട്ടവും. എന്തായാലും ഞാൻ ആ ഫോൺ കൊണ്ട് കുറച്ചൊന്നും ഇടങ്ങേറായിരുന്നു കേട്ടോ. ഫോൺ എടുക്കണമെന്ന് നേരത്തെ മൈൻഡിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഉടനെ എടുക്കണം എന്നുള്ളൊരു മൈൻഡേ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഫോൺ തന്നെ യൂസ് ചെയ്യാൻ ഞാൻ മാക്സിമം നോക്കി, പക്ഷെ ഒട്ടും പറ്റുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. എന്താണെന്ന് വെച്ചാൽ ഫോൺ എടുക്കാതെ ഒരു വഴി. രാവിലെ തൊട്ട് നിർത്താതെ മഴയും, അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പോൾ വൈകുന്നേരം മഴയെന്ന് തോന്നുന്നപ്പോൾ ഞാൻ ഉമ്മീനെ കൊണ്ട് മൈജിയിലോട്ടായിരുന്നു കേട്ടോ പോയത്. എനിക്ക് അറിയത്തില്ല കേസ്, ഞാൻ വെറുതെ ഒരുങ്ങിക്കെട്ടി പോയ പോലാണ് എൻ്റെ മൈൻഡിൽ ഫുള്ള്. കാരണം വേറൊന്നുമല്ല, എനിക്കാണെങ്കിൽ 16 Pro ആണ് വേണ്ടത്. നമ്മൾ ഫസ്റ്റ് അവിടെ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞത് സ്റ്റോക്ക് ഇല്ല. പിന്നെ അതേ ഒരൊറ്റ പീസുണ്ട്, അത് 128 GB എന്നാണ് പറഞ്ഞത്. എനിക്കാണെങ്കിൽ കുറച്ച് സ്റ്റോറേജ് ഉള്ളതും വേണം. ആ ടെൻഷനിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ MP അർജുനും അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അവരെ ഒന്ന് ശ്രദ്ധിക്കാൻ കൂടി ടൈം കിട്ടിയില്ല. കാരണം എന്റെ ശ്രദ്ധ മൊത്തം ഫോൺ കിട്ടുമോ എന്നുള്ള ഒരൊറ്റ ടെൻഷനിലായിരുന്നു. എന്തായാലും കുറച്ചധികം നേരം പോസ്റ്റ് ആയെങ്കിലും ഫൈനലി നമുക്ക് ഐഫോൺ കിട്ടും ഗൈസ്. പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് 16 Pro ആണെങ്കിലും നമ്മൾ ലാസ്റ്റ് 16 ആണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ കുറേ നേരം കൊണ്ടുള്ള ടെൻഷൻ്റെ ഇവിടെ അവസാനിച്ചു. നമ്മൾ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. ഐഫോണൊക്കെ എടുത്ത സ്ഥിതിക്ക് അതൊന്ന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അത് നാട്ടു നടപ്പാണല്ലോ. അപ്പോൾ അതെ ഞാനും എടുത്തു ഗൈസ്. ഫൈനലി 16. ആഗ്രഹിച്ചത് 16 Pro ആണെങ്കിലും ഒന്നും കിട്ടത്തില്ല എന്ന് പ്രതീക്ഷിച്ചു പോയ എനിക്ക് 16 കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ. ആയിരുന്ന ഒറ്റ സ്റ്റോക്ക് 256 എങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അത് എടുത്തിരുന്നു. പക്ഷെ എനിക്ക് 128 ഒട്ടും മുതലാവാത്തതുകൊണ്ട് തന്നെ 16 256 ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദേ ഫോണൊക്കെ എടുത്ത സന്തോഷത്തിൽ വീട്ടിൽ വന്നപ്പം ഒരു കൂട്ടം ആൾക്കാർ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ 9ാം മാസത്തിൽ വയറ് കാണലെന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്. അത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു നാട്ടു നടപ്പാണ് കേട്ടോ. അതും ഇതുപോലെ കൈ നിറയെ പലഹാരവുമായിട്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ അതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേ.